വീണ്ടും ഒരു ആക്സിഡന്റ് വാർത്തയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അന്നനാട് ത്രിവേണി ജംഗ്ഷനിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. 3:45 കൂടിയിട്ട് ചാലക്കുടി ഭാഗത്തേക്ക് മുരിങ്ങൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു കാറ് മുരിങ്ങൂരിൽ നിന്നും കാടുകുറ്റിലേക്ക് വരികയായിരുന്ന ഇരുചക്ര വാഹനവുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു. ഇരുചക്ര വാഹനം ഓടിച്ചിരുന്നത് മൈക്കിൾ എന്ന് പറയുന്ന ചേട്ടനാണ്. 61 വയസ്സ്, വലിയ മരത്തിങ്കൽ കാടുകുറ്റി. അദ്ദേഹം മരപ്പണിക്കാരനാണ്. അദ്ദേഹം മുരിങ്ങൂരിൽ നിന്ന് വരികയായിരുന്നു കാടുകുറ്റിലേക്ക്. അപ്പോഴാണ് ഈ കാർ വന്നത്. കാർ സ്വല്പം വേഗത്തിലായിരുന്നു എന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഈ കാർ വന്ന് ഇടിച്ച് തൊട്ടടുത്ത വീടിൻ്റെ മതിൽ ഇടിച്ച് തകർത്താണ് വാഹനം നിന്നത്. ബൈക്ക് പരിപൂർണമായിട്ട് തകർന്നുപോയി. ഈ ചേട്ടനെ, ഈ മൈക്കിൾ എന്ന് പറഞ്ഞ ചേട്ടനെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു. അവിടെ വിദഗ്ധമായ ചികിത്സകൾ, പ്രാഥമിക ചികിത്സകളൊക്കെ നടത്തി. അറിയാൻ സാധിച്ചത് തലയ്ക്ക് നല്ല പരിക്കുണ്ട്, തല പൊളിഞ്ഞിട്ടുണ്ട് ഈ വശത്ത്. അതുപോലെ തന്നെ അരയ്ക്ക് കീഴെ 2 കാലുകളും വല്ലാത്ത രീതിയിലുള്ള ഫ്രാക്ചർ ഉണ്ട്. നല്ല ഫ്രാക്ചർ അരയ്ക്ക് കീഴെ 2 കാലിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് റെഫറൻസിനായിട്ട് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അപകടങ്ങൾ, നമ്മുടെ അശ്രദ്ധ മൂലം വരുന്ന അപകടങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാടുകുറ്റി ത്രിവേണി ജംഗ്ഷനിൽ, അന്നനാട് ത്രിവേണി ജംഗ്ഷനിലുണ്ടായ ഈ അപകടം, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയാനകമാണ്. ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഡ്രൈവിംഗ് നിയമങ്ങൾ പാലിക്കണം. ലൈസൻസ് ഇല്ലാത്ത ആളുകൾ ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത്. അതുമാത്രമല്ല, മദ്യപിച്ച്, ഒരു കാരണവശാലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സ്ഥിതിവിശേഷം ഇതിലേക്ക് കടക്കരുത്. നമുക്ക് നമ്മുടെ ബോധത്തെ മറയ്ക്കുന്ന രീതിയിലുള്ള മദ്യം അകത്ത് ചെന്നതിന് ശേഷം വണ്ടി ഓടിച്ച് നമ്മൾ നടത്തുന്ന കസരത്തുകൾ പലപ്പോഴും വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചു വരുത്തും എന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആ ചേട്ടന് വേറെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ.